മനാഫെ, നിന്നെ എന്നെങ്കിലും കാണുമ്പോൾ നിന്റെ കാല് കഴുകി വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മലയാളികളുടെ എല്ലാം നൊമ്പരമായി മാറിയ അർജുൻ പോയിട്ട് ഇന്നേക്ക് 3 മാസം എത്താറായിരിക്കുന്നു. ആ 3 മാസം മുൻപ് അർജുന് അപകടം പറ്റി എന്ന് പറഞ്ഞ സമയം മുതൽ അർജുൻ്റെ ലോറി ഉടമയായ കൺകണ്ട ദൈവം, ഉറപ്പിച്ച് പറയാം മനുഷ്യ ദൈവം, മനുഷ്യന്മാർ കണ്ട ഏറ്റവും വലിയ ദൈവമായിട്ട് തന്നെ ഞാൻ അംഗീകരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് വളരെയധികം സംശയമായിരിക്കും. കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ്, ഒരാൾക്കും ഒരു തരത്തിലും ഉപകാരം ചെയ്യാത്ത മനുഷ്യന്മാരുള്ള കാലമാണിത്. അപ്പോൾ അർജുൻ അപകടം പറ്റി അന്ന് മുതൽ കർണാടകത്തിൽ ശിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് ലാസ്റ്റ് അർജുനെ തിരികെ കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ശരിക്കൊന്ന് എന്താ പറയേണ്ടത്, നെടുവീർപ്പിട്ട് കാണുക. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനാ ഇപ്പോൾ എന്തെല്ലാം തരത്തിലാണ് ഉപദ്രവിക്കുന്നത്. ഈ മനാഫിനെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മഹാഭാവികളാണ്. പാപം ചെയ്യാതിരിക്കൂ. ഇത്രയും നല്ലൊരു മനുഷ്യനെ അദ്ദേഹം എന്തോ ആവട്ടെ, അർജുൻ പോയതിന് ശേഷം അർജുനെ കണ്ട് കിട്ടുന്നവരെ ആ രക്ഷാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. സോഷ്യൽ മീഡിയയിലും അതുപോലെ ന്യൂസിലും ഒക്കെ കണ്ടതാണ്. ആ സത്യം ഒരിക്കലും അസത്യമാവില്ല, ഇതെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, മനാഫിനെ കണ്ടാൽ ഞാൻ മനാഫിൻ്റെ കാല് കഴുകിയിട്ട് വെള്ളം കുടിക്കും എന്ന്. എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ന്യൂസ് സ്വതവേ ഞാൻ അങ്ങനെ ന്യൂസ് ഒരുപാട് സമയമൊന്നും ഇരുന്നിട്ട് കാണുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഫാമിലി എല്ലാവരും മലയാളികളെ പോലെ തന്നെ ഞങ്ങളും ഇരുന്ന് കണ്ടൊരു ന്യൂസുകളാണ് ഈ അർജുൻ്റെ ന്യൂസ്. അപ്പോൾ നമ്മളെല്ലാവരും അന്ന് മുതൽ ഈ കിട്ടുന്നത് വരെയും അർജുനെ കിട്ടുന്നത് വരെയും നമ്മൾ ആ ന്യൂസ് കണ്ടിട്ട് കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ ഇപ്പം മനാഫിനെതിരെ നീങ്ങിയ നിങ്ങൾ മഹാപാപികളാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ശരിക്കും ചോറ് തിന്നാൻ പോലും കഴിവില്ലാത്ത, അതായത് കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എൻ്റെ കുടുംബം ചോറും കറിയും ബിരിയാണിയും ഒക്കെ കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് ഈ മനാഫിനെ പോലെയുള്ള ഒരു വ്യക്തിയും അവരുടെ ഫാമിലി കൂടിയാണ്. അതായത് ഞാനിവിടെ ജാതി പറയല്ല, മുസ്ലിം ഫാമിലിയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, എന്നെ ചേർത്ത് നിർത്തി എത്ര കാലമാണെന്ന് വെച്ചാലും 21 വർഷം അവരുടെ കീഴിൽ, അവരുടെ സ്വന്തം അത്രയും അടുപ്പത്തിൽ നമ്മൾ കഴിഞ്ഞ് അങ്ങനെ 21 വർഷം എന്നെ ചേർത്ത് നിർത്തിയത് അവരാണ്. അപ്പോൾ എൻ്റെ നാട്ടുകാരോ ഒന്നുമല്ല, നാട്ടുകാരെല്ലാം ഭയങ്കര പരിഹാസവും ഒക്കെ ഉണ്ടായിരുന്നു. നാട്ടുകാരെ കൊണ്ട് ഒരുപാട് മറ്റ് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവം, അതായത് അർജുന് അപകടം പറ്റിയത് മുതലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നാടകീയമായിട്ടാണ്. അർജുൻ്റെ വീട്ടുകാർ കരയുന്നില്ല, പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, ഭാര്യ കരയുന്നില്ല, അമ്മ കരയുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ആ സമയത്ത് ഞാൻ അവരുടെ കൂടെയാണ്, അർജുൻ്റെ കൂടെയാണ്. കാരണം അർജുൻ സാധാരണ എല്ലാ ദിവസവും എല്ലാ ദിവസവും അല്ല, അർജുൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയിട്ട് ചിലപ്പോൾ 10 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് വരാറ്. അപ്പോൾ എന്താണ് വീട്ടുകാരുടെ മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ വിഷമമുണ്ട്, പക്ഷേ അങ്ങ് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും പോയാലും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുത്ത്. അപ്പോൾ അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയാണ് ഈ 72ാമത്തെ ദിവസം വരെ. അപ്പോൾ അവർ കരയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് വരും, നാളെ വരും, ഇന്ന് വിളിക്കും, നാളെ വിളിക്കും എന്നുള്ള ആ പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഈ 71 ദിവസം അവർ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് അറിയാതിനെ പറ്റിയൊന്നും പറയാൻ പാടില്ല. ആ സമയത്ത് ഇപ്പോഴാണ് അർജുൻ്റെ കുടുംബത്തിന് അർജുനെ നഷ്ടമായത്. അപ്പോൾ ഇപ്പം കരയാം. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കാണുന്നില്ലേ. അപ്പോൾ ഈ മനാഫിനോട് ഇത് പറയുന്ന ഏത് ശക്തിയായാലും അത് മഹാപാവമാണ്. നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. എന്തായാലും ഞാൻ മനാഫിൻ്റെ കൂടെയാണ്. എനിക്കും ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നല്ലൊരു മനുഷ്യൻ. ആ മനുഷ്യൻ കരയുന്നതും അല്ലെന്ന് പറഞ്ഞാൽ അത് ആർട്ടിഫിഷ്യലായിട്ട് വന്നതല്ല, അത് ഒറിജിനൽ കരച്ചിലാണ്, ഒറിജിനൽ കണ്ണീരാണ്. ആ കണ്ണീര് ഞാനൊന്ന് പറയട്ടെ, ആ കണ്ണീര് തുടക്കാൻ ഞാൻ അടുത്തുണ്ടെങ്കിൽ ഞാൻ നാവിനെ കൊണ്ട് ആ കണ്ണീര് തുടച്ചിട്ടുണ്ടാവും. നാവ് വെച്ച് ആ കണ്ണീര് നിലത്ത് വീഴാതെ ആ കണ്ണീര് ഞാൻ തുടക്കും. കാരണം
അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ സ്ഥലത്ത് കർണാടകത്തിൽ പോയിട്ട് നിന്നിട്ട് ഈ 72 ദിവസവും ഈ അർജുനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനയും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ എഫേർട്ട് എടുത്ത ഒരു വ്യക്തിയാണ് ഈ മനാഫ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നോട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു കുറച്ച് പേര്. കാരണം ഇതാണ്, അർജുൻ വണ്ടി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് വേറെ എവിടെയോ അതിലുള്ള ലോഡ് വിറ്റ് അതിൽ ചന്ദന മരമായിരിക്കും അല്ലെ വേറെ എന്തെങ്കിലും കള്ളക്കടത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എന്നോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു തീരുമാനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം കാത്തു നിന്നത്. എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പിന്നെ ഈ അർജുനും കുടുംബവും പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി മറിച്ചിട്ടാണ് അർജുൻ്റെ കുടുംബം ഇങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ അവർ പറഞ്ഞത്, ഒരു വിഷമവും ഇല്ലാണ്ട് കഴിഞ്ഞത് എന്നൊക്കെ. അതെല്ലാം മഹാപാവമാണ്. എന്തായാലും അർജുനെ കിട്ടുന്നത് വരെ മനാഫ് എടുത്ത എഫേർട്ടിന് ഒരുപാട് നന്ദി. പറഞ്ഞാലും തീരാത്ത അത്ര നന്ദിയുണ്ട്. ബാക്കിയെല്ലാം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ബാക്കിയെല്ലാം നിങ്ങൾ TV ന്യൂസിലൂടെയും ഓൺലൈൻ ന്യൂസിലൂടെയും ഒക്കെ കണ്ടതാണ്. പിന്നെ ഇപ്പം ഓരോ പെണ്ണുങ്ങളൊക്കെ കുരക്കുന്നുണ്ട്, മനാഫ് അങ്ങനെയാണ്, മനാഫ് പെണ്ണ് പിടിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുരക്കലുണ്ടല്ലോ. അതൊക്കെ ആ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആണുങ്ങളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അതായത് ആണുങ്ങളെക്കാളും ഇതിൽ നിൽക്കുന്നൊരു താന്തോന്നികളായ പെണ്ണുങ്ങളാണ് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ. എന്തായാലും അർജുനെ കിട്ടി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന അർജുൻ നഷ്ടപ്പെട്ടില്ല എന്ന്. കാരണം അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അർജുൻ ഇപ്പോഴും എവിടെയോ ജീവനോടെ ഉണ്ട് എന്നാണ് എനിക്ക് അങ്ങനെയാണ് വിശ്വസിക്കാൻ താല്പര്യം. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുവാണ്. മനാഫിനെതിരെ ആരും ഇനി ഒരക്ഷരം പറയാൻ പാടില്ല. കാരണം നിങ്ങൾ പാപം ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാപം തിരിച്ച്, അതായത് മനശാപം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അത് ഈ മനാഫിൻ്റെ മനശാപം കാൽക്ക് വീണാൽ മാറില്ല. അതായത് നമ്മളൊക്കെ കുറ്റം പറയുന്ന ഒരു വ്യക്തിയുടെ കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സ് ഒന്ന് പെടഞ്ഞാൽ, മനസ്സൊന്ന് ഉരുകിയാൽ, ഞാനിപ്പം മനാഫിനെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഗതി പിടിക്കില്ല. അങ്ങനെയാണ് ഈ മനശാപം എന്ന് പറഞ്ഞാൽ കാൽക്ക് വീണാലും മാറില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതായിരിക്കും. ഈ പാവികളെയോടെല്ലാം ക്ഷമിക്കുക എന്നേ പറയാൻ എനിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.